കർണാമൃതം കാതോർത്തു ജനം നിന്നു പൊന്നോളക്കുഴലാണ് ചുട്ടുകൾ ചിറകിന്മേൽ സ്പന്ദിക്കും ജഗത്തിന്റെ വർണ്ണം സന്ധ്യയും പ്രഭാതവും കുങ്കുമപാകങ്ങളിൽ രണ്ടിലും സാരസ്വമാവും പൂവിട്ടു നിൽക്കും ദേവതാരുമിൻകും പത്തല്ല ഉഴിലേ ഇരുന്നത് പാടുവാൻ ആരംഭിച്ചു. ശ്രീ കെ ജി സേതുനാഥിന്റെ ഇവിടെ പ്രേമം ശാശ്വതമല്ല എന്ന കവിതയുമായി നമുക്ക് മുന്നിലെത്തുന്നത് ശ്രീമതി പ്രസന്ന ബാലചന്ദ്രൻ. വയലുകളെല്ലാം മറക്കാൻ നമുക്ക് പുറത്ത് വൈശിഷ്ട്യ രംഗങ്ങൾ തീർക്കാം, ജഗത്തിൽ കാണിക്ക വെക്കാം, കരൾക്കാം, സാമൂഹ്യ റാണിക്ക് ചുറ്റും നിരക്കാം നമുക്ക്. മരണമതെന്താണെന്ന് മനസ്സിനു തെല്ലും പിടിയില്ല. ഭാഗവതം, മഹാഭാരതം, ചമ്പു, ഭാവേന പൂക്കുന്ന രട്ടക്കഥകൾ, തുള്ളൽ കഥകൾ, മഹാകാവ്യമെല്ലാം ഉള്ള കുറച്ച് വരികൾ മാത്രം ചൊല്ലാം. രാഗബന്ധുര പദാകീർണം രസോന്നീലിതം ഭൂതാനന്ദമനന്ത പുണ്യമധുരം നിൻലേഖനം മോഹനം ഏതോ നഷ്ടമഹാധനം ഉണർവരും മട്ടൊന്നു തൊട്ടിയിടവേ ഗീതാനന്ദമുണർന്നു നീലമലയിലോ മാറ്റപ്പോഴോദയം വിദ്യുല്ലേഖ വിടർന്ന പോലെ ഒരു നാൾ എൻ മുന്നിൽ വന്നിട്ടു നീ മൃദ്വങ്കീ മണി പോയ ശേഷം ഇതുനാടം നില്ല സമുദ്രമേ പദ്യം നല്ലതു കേട്ടത് പോലെ മധുര കള്ളെന്നു ചൊല്ലുന്നതാ മദ്യം ഹന്ത കുടിച്ച പോലെ ലഹരി വൃത്തത്തിൽ മത്താടി ഞാൻ എന്നോ പൊട്ടി വിരിഞ്ഞ പൊന്മലരു നീ സൗരയെ അടുത്തിരുന്നു സരസം സംസാര പുഷ്പങ്ങളാൽ വയ്യെന്നോതുവരേക്കു വല്ലതുമയേ ചെയ്യാം കുറഞ്ഞൊന്നു ഞാൻ മന്നാമം എന്റെ നാമം മന്നാമം ഭുവി സാർത്ഥമാകു ജനനം സാഫല്യമാക്കിച്ചിടൂ. I am reading a few lines from the story. Charulata woke up hearing the alarm. It was 5:30 in the morning. The eastern horizon had only begun to loosen the dark folds of night. Above the sleeping city, the first pale streaks of dawn stretched gently across the sky, like an artist touching an empty canvas with the faintest wash of gold. How many years or how many days you took this completion of this short story? 6 months. 6 months. 6 months. Yeah, it's only 4 stories. കഴിഞ്ഞ വർഷം നമ്മൾ കവിക്കാണ് പുരസ്കാരം നൽകിയത്. ഇത്തവണ ഒരു കഥാകാരൻ കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു വളരെ പ്രശസ്തരായ ആൾക്കാർക്കല്ല തന്നെ ഉദ്ഘാടനവും സ്വാഗത പ്രസംഗവും കവിയരങ്ങിനെ ഉദ്ഘാടനം നിർവഹിക്കുക അനുസ്മരണ സമ്മേളനത്തിൽ സ്വാഗതം ആശംസിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് എന്നിൽ വന്നു ചേർന്നിട്ടുള്ളത്. ശ്രീ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന കെ ജി സേതുനാഥ സാംസ്കാരിക വേദിയുടെ പ്രസിഡന്റ് ശ്രീ ഹരി ഏറ്റുമാനൂര്, തീർച്ചയായിട്ടും ഇവിടെ ഇരിക്കുന്ന ഈ വേദിയിലിരിക്കുന്ന എല്ലാ പ്രമുഖ വ്യക്തികളെയും നിങ്ങൾക്ക് വ്യക്തമായി ഓരോ കാര്യങ്ങൾ പറഞ്ഞ്
പരിചയപ്പെടുത്തേണ്ടവരല്ല, നിങ്ങളുടെ കൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തു. ജന്മദിന ആഘോഷം 102ാം ജന്മദിന ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. ഒരു നടത്തുകയുണ്ടായി. ഇത് പറഞ്ഞതുകൊണ്ടാണ് നമ്മളെല്ലാം ജൂലൈ 30 തുടങ്ങുന്നത്. അറിയാം, നായികയെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ അവളോട് പറയുന്ന ആദ്യ രാത്രി അവളോട് പറയുന്ന ഒരു ഡയലോഗ് നമുക്കൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ്, വളരെ രീതിയിലുള്ള കാര്യങ്ങളാണ്. ഒരു ഡയലോഗ്, എൻ്റെ കല്ലിൻ്റെ താക്കോൽ ഞാൻ നിനക്ക് തരികയാണെന്നാണ് അവളോട് പറയുന്നത്. എല്ലാ ഭർത്താക്കന്മാരും മധ്യരാത്രികാരുമായിട്ട് പറഞ്ഞ ഒരു സാധനമായിട്ടാണ് കരുതേണ്ടത്. പക്ഷേ ഈ സിനിമയുടെ അവസാന ഭാഗത്ത് ഞാൻ മരണത്തിലേക്ക് പോകുകയാണ്. ചരിത്രം ലോകത്തെ എവിടെ എടുത്തു നോക്കിയാലും, അത് ഏത് ഭാഷയിൽ ലോകത്തെ എവിടെ എടുത്തു നോക്കിയാലും ചില അത്ഭുതങ്ങൾ ഒളിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണാം. അത് ഏത് ഭാഷയിലും ഉള്ളതാണ് സാഹിത്യ ചരിത്രമാണ്. അത്ഭുതം എന്ന് ഞാൻ പറയുന്നത് ഒരു പ്രത്യേക കാര്യത്തിലാണ്. അതായത് ചില എഴുത്തുകാർ അവരുടെ ജീവിതകാലത്ത് അങ്ങേയറ്റം പ്രശസ്തരായി ഭാഷയോടെ അങ്ങേയറ്റം ഔചിത്യമാർന്ന സാഹിത്യ സംഭാവന പോലും കാര്യത്തിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. അല്ല, എനിക്ക് എൻ്റെ സൂം ചെയ്യാൻ ഞാൻ പിന്നെ അങ്ങ് ഫ്രണ്ടിൽ പോയി പടം എടുത്തിട്ട് ഞാൻ ഫ്രണ്ടിൽ പോയിക്കോളാം. എടുത്തോ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കിയേ. എടുത്തോ, ജയിലിലും എല്ലാ അതിൻ്റെ ബഹളത്തിനിടയിൽ ഞാനും സംസാരിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല, കൊടുക്കാനും അവസരം ലഭിച്ചിട്ടില്ല. എനിക്കതിലേക്ക് സംഘാടകരോട് എനിക്ക് ഏറെ ഖേദം ഞാൻ രേഖപ്പെടുത്തിയത് മറ്റൊരു കാര്യം എനിക്ക് ചിന്തിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരുടെ എല്ലാ ഒരു രീതിയും ജീവചരിത്ര ലേഖനങ്ങൾ വരെ ഞാൻ തോന്നുന്നുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ ഈ മലയാളശൈലിക്ക് തുടങ്ങിയായിരുന്നു. അപ്പോൾ വയൽ വരുമ്പത്ത് ഒരു കർഷകന്റെ നേടായ കലപ്പ ഈ കേട്ടിട്ട് നന്നാക്കി കൊടുക്കുമ്പോൾ അന്നത്തെ യജ്ഞം നടന്നു വരുന്നു. വഴിമാറാത്തത് കൊണ്ട് ചേർന്ന ആ പണി സച്ചന്റെ പണി അദ്ദേഹം ഉപേക്ഷിക്കും. അവിടെ വെച്ചൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്, ഈ കൊടുത്തവൻ വെയിലത്ത് പാടില്ല. പുതിയ തലമുറയിൽ എഴുത്തുകാർ ഇല്ലാതെ കിട്ടുന്നുണ്ട്. അതിലൊരു പോലെ ധാരാളം എഴുതും. പക്ഷെ എനിക്ക് തോന്നുന്നത് അദ്ദേഹം അങ്ങനെ എഴുതാൻ കാരണം ചിലപ്പോൾ അദ്ദേഹത്തിന് അത്തരത്തിലൊരു കവിത ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടായിരിക്കാം. അതിന് മറുപടി ചിലപ്പോൾ എഴുതിയായിരിക്കും. അതിന് സാധ്യതയുണ്ട്. അതിന്റെ വിദുഷികളായ അല്ലെ അറിയണം, ചിലപ്പോൾ അദ്ദേഹത്തിന് ആ തരത്തിലൊരു കവിത എഴുതിയപ്പോൾ അതിന് മറുപടി എഴുതിയായിരിക്കാം. ഏതായാലും ഒരു കാര്യം എനിക്ക് പറയാൻ നോക്കിയത് കാരണം ശ്രീ കെ ജി സേവനാഥൻ അതിൻ്റെ പേരിലെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ വളരെ വളരെ ഈ നിമിഷം ഞാൻ ഏറ്റവും സന്തോഷിക്കുകയും എന്നെ ഒരുപാട് വിമർശിക്കുന്ന ഒരാളാണ് ഗോമനമ്പാട്ട് ഹരിയേറ്റുമാൻ. ഹരിയേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന ഹരിയേറ്റുമാനർ ഇവരൊക്കെ നല്ല പ്രചോദനമാണ് എനിക്ക് തന്നിട്ടുണ്ട്. വീടുകളിൽ പോകാനുള്ള സമയമായി, താരങ്ങൾ വിട്ടറിയുന്ന സമയത്താണ്, വിരമിക്കുന്ന സമയത്താണ് ഞാൻ ആകാശവാണിയിൽ വരുന്നത്. കാരണം അവരുടെ ഒരു 6-7 പേര്
പുതുതായി ആളുകളെ എടുക്കുക. അതാകട്ടെ അത് സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റി വഴിയാണ്. അതിനു മുൻപൊക്കെ സ്റ്റേറ്റ് ഡയറക്ടർ തീരുമാനിക്കുക അങ്ങനെയുള്ളതല്ല. അത് മാറിക്കഴിഞ്ഞ് കോൺട്രാക്ട് രീതി വിട്ടിട്ട് ഇരിക്കുന്നത് അന്നത്തെ എന്നൊരു സംഭവം പറഞ്ഞു. ഈ ഹാൾ എന്താണെന്ന് അറിയാം. എനിക്കത് കേട്ടിട്ടുണ്ട്. ഒരു പ്രസാദം തന്നെ സെൻട്രൽ ടേബിളിൽ നടത്തും. ഈ ഏതാണ്ട് 10-13 സിനിമകളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത്. അതെല്ലാം തന്നെ ഹിറ്റ് സിനിമകളുമാണ്. അതുപോലെ ചിരിച്ച് മണ്ണ് കപ്പുന്ന ഹാസ്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത. അകലെ അകലെ നീലാകാശം എന്ന ശ്രീമാരൻ തമ്മിയുടെ ഗാനം, ഇത് 1987 പുറത്തു വന്ന ഉദ്യോഗസ്ഥയിലാണ് ആദ്യം വരുന്നത്. വിടുവിടുക്കി പുത്തൻ വീട് ഈ വേദി സദസ്സും ധന്യവാദുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, സമയം വളരെ വൈകിയതിനാൽ ഞാൻ നേരിട്ട് നമ്മുടെ ഈ പ്രശസ്തി പത്രം ഒന്ന് വായിക്കാം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതട്ടെ. എഴുത്തു ജീവിതത്തിൻ്റെ 50 ആണ്ട് കഴിഞ്ഞ് മലയാള ലോകത്ത് വ്യത്യസ്തതയുടെ അക്ഷരവിന്യാസം തീർത്ത ബാബു കുഴിമറ്റത്തിന് വീർമൊഴി പബ്ലിക്കേഷൻസിൻ്റെ അക്ഷരാധനം. കുഴിമറ്റം കാളിയാങ്കൽ തറവാട്ടിൽപ്പെട്ട പട്ടശ്ശേരി പോൾ ഫിലിപ്പിൻ്റെയും മറിയത്തിൻ്റെയും മകനായി 1956 ജനിച്ച ബാബു കുഴിമറ്റം വിദ്യാഭ്യാസ കാലത്ത് തന്നെ തൻ്റെ എഴുത്തു ജീവിതം ആരംഭിച്ചു. മാത്രമല്ല, തുടിപ്പുകൾ എന്ന വാരികയുടെ പത്രാധിപരുമായി 1970-80 കാലഘട്ടങ്ങളിൽ ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങളിലും അദ്ദേഹം തൻ്റെ സാഹിത്യ സപര്യ തുടർന്നു. ചിത്രകാരൻ, ശില്പി, നാടകക്കാരൻ എന്നിങ്ങനെ കലാജീവിതം തുടങ്ങിയ അദ്ദേഹം കവിത തനിക്ക് വഴങ്ങുന്നില്ലെന്ന് മനസ്സിലാക്കി കഥയിലേക്ക് ചുവടുവെച്ചു. അതൊരു അത്ഭുതമായിരുന്നു. കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ കഥാപാത്രങ്ങളെ സമൂഹത്തിൻ്റെ നേരിലും നിറയിലും അസ്ത്രങ്ങളാക്കി 1980 ആദ്യ കഥാസമാഹാരമായ ചത്തവൻ്റെ സുവിശേഷം അച്ചടിമഷി പുരണ്ടു. മലയാള കഥാലോകത്ത് ഉത്തരാധുനികതയ്ക്ക് തുടക്കം കുറിച്ചതുകൊണ്ട് അത് സാഹിത്യ ലോകത്ത് ചർച്ചയായി. എന്നും നിഷേധിയായ ഒരു എഴുത്തുകാരനായിത്തീരുന്നതിനാൽ മിക്ക പുരസ്കാരങ്ങളും തിരസ്കരിക്കപ്പെട്ടു. എങ്കിലും സാഹിത്യലോകം അദ്ദേഹത്തെ തിരിച്ചറിയുകയും ഒട്ടേറെ പുരസ്കാരങ്ങൾ തേടിയെത്തുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കഥകൾ മാത്രമല്ല, അനുഭവക്കുറിപ്പുകൾ പോലും ചാട്ടുളികളായിരുന്നു. അധികാരവർഗവും അഴിമതിക്കാരും നിരന്തരം അദ്ദേഹത്തിൻ്റെ ഇരകളായി വർത്തിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ മേഴ്സി വൈദ്യൻ എന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയെ കൂടി കൂട്ടാതെ പറ്റില്ല. ബുക്ക് മാർക്കിൻ്റെ സുവർണകാലമായി പറയാൻ പറ്റുന്ന തരത്തിൽ അതിൻ്റെ സെക്രട്ടറിയായി നിരവധി കാലം സേവനമനുഷ്ഠിച്ചു. പ്രിയ കഥാകാരൻ ബാബു കുഴിമറ്റത്തിന് വീർമൊഴി കുടുംബം പ്രശസ്തി പത്രം നൽകി ആദരിക്കുന്നു. സ്നേഹാദരമുള്ളവരെ, വീർമൊഴി പ്രസ്ഥാനത്തിന് വേണ്ടി. അതെടുത്ത് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ സംസാരിക്കാം. പുസ്തകത്തെ കുറിച്ച് തുറക്കാത്ത വാതായനമാണെന്ന് പറയാറ്. ഇംഗ്ലീഷ് വീക്കിലുണ്ടായിരുന്ന ബിനു അബ്രഹാം ആയിക്കോട്ടെ ഒരു തീരുമാനം. അപ്പൊ ബിനു അബ്രഹാം ഈ പുസ്തകം പ്രകാശിപ്പിക്കുന്നു. അത് ഞാൻ ഏറ്റുവാങ്ങണമെന്നാണ് ഡോക്ടർ പറയുന്നത്. ഞാൻ ഏറ്റുവാങ്ങുന്നു.
ഞാൻ കേട്ടോ. ഓ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ആ പുസ്തകം ഇറങ്ങുന്നതും ഇത്തരത്തിൽ ഒരു ചടങ്ങിൽ വെച്ച് വെളിച്ചം കാണുന്നു. ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ പലതും ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നില്ല. സവ്യസാചി എന്നാൽ അർജുനൻ എന്നാണ് അർത്ഥം. അതായത് ഇടത്തെ കൈകൊണ്ടും വലത്തെ കൈകൊണ്ടും വലിയ സമയം ചെയ്യാൻ സാധിക്കുന്ന അത് എന്ന അർത്ഥത്തിലാണ്. കെ ജി സേതുനാഥിനെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ ഒരു വിശേഷണം നൽകാനില്ല. അതുകൊണ്ട് ആ സവ്യസാചി എന്ന് പറയുന്ന പ്രയോഗം അന്വർത്ഥം മുന്നിൽ വന്നവൾ നിന്നാണ് കുഞ്ഞാലി ചകതാരികൾ ഈ കഥകൾ വളരെ അർത്ഥവത്തതയുടെ പാട്ടുകൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു. ദിവസവും ഒരു പാട്ട് എഴുതിയ ഗ്രൂപ്പിൽ വേദി, ഈ വേദിയുമായിട്ട് എനിക്ക് ഡയറക്റ്റായിട്ട് ബന്ധമൊന്നുമില്ല. പക്ഷേ ഈ പുസ്തകത്തിൻ്റെ പബ്ലിഷേഴ്സ് ഉയർമൊഴി പബ്ലിക്കേഷനാണ്. അവർ വെഞ്ഞാറമ്മൂട് ആസ്ഥാനമായിട്ട് ഗ്രാമീണനെ പരിചയപ്പെടുത്തുന്ന ഹരിച്ചനാണ്. അപ്പോൾ അതുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് ഇത് ചെയ്യാമെന്ന് വെച്ചു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു കേട്ടുകൊണ്ടിരുന്ന ഒരു പേരാണ് കെ ജി സേതുനാഥ്. നാടകമാണെങ്കിലും സ്കിറ്റാണെങ്കിലും ഈ വയലും വീടും അങ്ങനെ എന്തൊക്കെയോ പ്രോഗ്രാമിൽ ഞാൻ എൻ്റെ വളരെ ചെറുപ്പത്തിൽ സ്ഥിരമായി കേട്ടതാണ്. അപ്പോൾ ആ വലിയ കലാകാരൻ്റെ ജന്മദിന വാർഷികത്തിൽ എൻ്റെ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുന്നു എന്നുള്ളത് ഇതിലും വലിയ ഒരു ധന്യത എനിക്കില്ല. ഈ ബുക്ക് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഈ ബുക്കിൽ മാത്രമല്ല, എന്നെ വിവിധ സാഹിത്യ മേഖലയിലുള്ള പ്രമുഖരായ ആൾക്കാരുമായി പരിചയപ്പെടുത്തി തരികയും വലിയ രീതിയിലുള്ള ഒരു ബന്ധം പലരും ആയിട്ട് എടുക്കാൻ സാധിച്ചതിൻ്റെ കാരണം ഹജ്ജനാണ്. ഹജ്ജനും ഇന്നിപ്പോൾ ഇവിടെ ഇല്ല. ഉയർമൊഴി പബ്ലിക്കേഷൻ്റെ ഗ്രാമീണ ശരിക്കും അദ്ദേഹം ഇന്നിവിടെ പങ്കെടുക്കാൻ കഴിയാതിരുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. സ്വകാര്യമായ ഒരു ചെറിയ ഒരു പ്രശ്നം കാരണം അദ്ദേഹം വരാതിരിക്കുകയാണ്. ശരിക്കും ഈ പുസ്തകം ഇങ്ങനെ ഈ വേദിയിൽ വെച്ച് പ്രസിദ്ധീകരിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത് 1 മാസം മുൻപാണ്. കഥകളൊക്കെ കുറേ കാലം മുമ്പൊക്കെ എഴുതി വെച്ചതാണ്. ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തു എന്നേ ഉള്ളൂ ഈ മാസത്തിൽ. പക്ഷേ ശ്രീലങ്കം എന്ന് പറയുന്നതിൻ്റെ സെക്രട്ടറിയാണ്. ശ്രീലങ്കത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നത് കഴിയുന്നു. സമയം വളരെ വൈകി. 2ാമത് കെ ജി സേതുനാഥ് പുരസ്കാര ചടങ്ങ് വളരെ ഭംഗിയായി അവസാനിക്കുകയാണ്. തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ കവിത അവതരിപ്പിച്ചവർക്കും ജന്മദിനാഘോഷ സമ്മേളനത്തിൽ പങ്കാളികളായ രാജശ്രീ സജീവ്, കരിയേറ്റുമാനൂര്, വിനു എബ്രഹാം, ബാബു കുമ്പറ്റം, ശ്രീമനില, എന്നിവർക്കും ഈ സദസ്സിലിരിക്കുന്ന പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് ഒറ്റ വാക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.